അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മാളായ അമേരിക്കൻ ഡ്രീംസിലാണ് ഇപ്പോൾ ഞാനുള്ളത്. പാരഡോക്സ് മ്യൂസിയത്തിലേക്കാണ് ഇപ്പോൾ ഞാൻ കയറിയിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ, അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത കാഴ്ചകളിലേക്ക് കിടക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു ചെറിയൊരു ഷോപ്പാണ് കേട്ടോ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു മ്യൂസിയത്തിൽ. ഇത് കണ്ടില്ലേ, നമുക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസുകളുണ്ട്. സുവനീറുകൾ, അവരുടെ ടീഷർട്ടുകൾ, പിന്നെ ഒരുപാട് ഷോ പീസുകളൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. ആദ്യം തന്നെ നമുക്ക് അത്ര എന്താ പറയുക ഒന്നും പിടികിട്ടിട്ടുണ്ടായിരുന്നില്ല. എന്താണ് സംഗതി, ആകെ ഒരു അന്തം വിട്ട് കുന്തം വിഴുങ്ങിയ പോലെയായിരുന്നു നമുക്ക് ഇവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ. പിന്നെ ആയപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അതേ ഇത് കണ്ടില്ലേ, ഇത് ശരിക്കും ഒരു ഗോളം പോലെയാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ കണ്ടില്ലേ, ഒരുപാട് നമുക്കിങ്ങനെ കാണാൻ കഴിഞ്ഞ് പല പല കളറിലായിട്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഇത് കണ്ടോ, ഒരു ഫോട്ടോ പോലും എടുക്കും. അതിനുശേഷം നമ്മുടെ നിഴൽ അവിടെ ഇങ്ങനെ ആ ഒരു വോളിൽ ഇങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അതുപോലെ ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ ഇതേ പാത്തുമാണ് ചെയ്യണത്. അതിനുശേഷം ഇതേ മുറ പോലെ തന്നെ ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ ഒരു നിഴൽ അവിടെ കാണിക്കണം. നല്ല രസമുണ്ടല്ലേ. ഇവിടെ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് കേട്ടോ. എന്തായാലും ഇവിടെ വരുന്നവർ നിർബന്ധമായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മ്യൂസിയമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് ഇത്, പല മാളുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ആ കാണുന്ന പ്രതിമ പോലെ കണ്ടില്ലേ, അതിൻ്റെ കണ്ണാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത. നമ്മൾ ഏത് ഡയറക്ഷനിൽ നിന്നാലും അത് നമ്മളെ നോക്കുന്നത് പോലെ തോന്നും. ഇത് കണ്ടോ, ആ കണ്ണിൻ്റെ കൃഷ്ണമണി ഇങ്ങനെ അനങ്ങണത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ കഥകൾ പറയാനുണ്ട്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നല്ലേ. അടുത്തത് കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തിട്ടുള്ളൊരു പരിപാടിയാണ്. ഈ ഒരു വോളിൻ്റെ ആ ഒരു കളറിനോട് ചേഞ്ച് ചെയ്ത് തന്നെ നമ്മുടെ ഡ്രസ്സും ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫോട്ടോസ് എടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. എന്തായാലും ഞങ്ങളങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. വേറെയും കളറൊക്കെ ഉണ്ടായിരുന്നിട്ട്, ഇത് ബ്ലൂ ആയിരുന്നല്ലോ. അങ്ങനെ ഒരുപാടുണ്ടായിരുന്നത്. എന്താ പറയുക, ഈ ഒരു മ്യൂസിയം എന്തായാലും പിള്ളേർക്ക് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഏരിയ ആണ്. പിള്ളേർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, 2 ചിഹ്നങ്ങളാണ് കൊടുത്തേക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ആ ചിഹ്നങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും എനിക്കിത് കുറച്ചൊക്കെ മനസ്സിലായി വരുന്നുണ്ട്. പിന്നെ ഇതൊരു കണ്ടില്ലേ, ഇങ്ങനെ കറങ്ങണത്, ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വീഴാൻ പോണ പോലെയൊക്കെ തോന്നും. ഇങ്ങനെ ഒരു ചെറിയൊരു പാലം പോലെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതും വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു, കുറച്ച് നേരം അവിടെയൊക്കെ നിന്നു. നമുക്ക് ശരിക്കും ഇങ്ങനെ വീണ പോലെ ശരിക്കും ഫീൽ ചെയ്യും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നമ്മളങ്ങനെ അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഇതിലേതാ വലുത്? ഇതല്ലേ? ഇതിപ്പോൾ ഞാൻ വെച്ച് കറക്റ്റ് സൈസ് അല്ലേ? ഇത് ഞാൻ വെച്ച് കറക്റ്റ് സൈസ്. പിന്നെ ഇത് ഇതിൽ ഇതല്ലേ വലുത്? ഇത് ഞാൻ വെച്ച് കറക്റ്റ് സൈസ്. ഇത് ഞാൻ വെക്കുമ്പോൾ കറക്റ്റ് സൈസ്. കണ്ട അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇതിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടിട്ട് തല മാത്രം കാണുന്ന രീതിയിൽ ഫോട്ടോസ് എടുക്കുന്നത്, ഇതൊക്കെ നമ്മൾ എവിടെയോ മുമ്പേ കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിലെങ്ങനെയെന്ന് വെച്ചാൽ ചെറുതും വലുതുമായിട്ട് കാണുന്ന ഒരു സ്പേസ് ആണ്. അത് ഫോട്ടോയിലാണ് കേട്ടോ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. വീഡിയോയിൽ നമുക്ക് അത്ര അങ്ങോട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് പിടികിട്ടൂല. അയ്യോ ഇത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇത് ഫോട്ടോ എടുക്കുമ്പോൾ ശരിക്കും ഒറിജിനലായിട്ട് തോന്നും. പിന്നെ ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ചെറിയൊരു റൗണ്ട് പോലെ വന്നിട്ട് ഇങ്ങനെ കിണർ പോലെയാണ് നമുക്ക് തോന്നുക. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കിണർ പോലെയൊന്നും ഇല്ല കേട്ടോ. ഒരു ഇങ്ങനെ വെറുതെ ഒരു ഗ്ലാസ് പോലെ വെച്ചേക്കണതാണ്. അതിങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പോൾ തോന്നണതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടത് ഇത് കണ്ടില്ലേ, ഇങ്ങനെ റൗണ്ട് ടേബിൾ പോലെ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുറച്ച് സ്പേസേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചുറ്റിനും നമ്മളിരുന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കണ പോലത്തെ ഒരു ഫീലായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതും വളരെ രസകരമായിരുന്നു. പിള്ളേർക്കൊക്കെ അത് കാണുമ്പോൾ എന്തോ ഭയങ്കര രസം. പിന്നെ ഇത് കണ്ടില്ലേ, ഒരു സെറ്റിയിൽ ഇത് നമ്മുടെ ഒരു ബോഡിയും ഒരു കാലും ഇങ്ങനെ വേറെ അങ്ങനെ എന്തൊക്കെ ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ വെറൈറ്റീസുകളായിരുന്നു എന്ന് പറഞ്ഞാൽ. പിന്നെ ഈ ഒരു സ്പോട്ടിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതേ തല കറങ്ങി വീഴണ പോലെ ഒരു ഫീൽ ഉണ്ടാവും. എന്തോ ഇങ്ങനെ ഒരു ഭാഗം ഇങ്ങനെ ചരിഞ്ഞാണ് തോന്നണം അവിടെ ഇരിക്കണത്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ എനിക്കറിയില്ല കേട്ടോ. എനിക്ക് എങ്ങനെയാണ് അനുഭവപ്പെട്ടത് അതാണ് ഞാൻ നിങ്ങളിലോട് പറയണേ. നമ്മളിപ്പോൾ വന്നേക്കണത്
ചുറ്റും ഇങ്ങനെ ഗ്ലാസ് ആണ്, നമുക്ക് എവിടെ നോക്കിയാലും നമ്മളിങ്ങനെ ഒരുപാട് എണ്ണത്തിൽ കാണാൻ സാധിക്കും. നല്ല രസമുണ്ടല്ലേ. പിന്നെ ഇത് കണ്ടില്ലേ, നമ്മുടെ പകുതി ഭാഗം ഇങ്ങനെ നിർത്തിയിട്ട് ബാക്കി പകുതി ഭാഗം ഇങ്ങനെ കണ്ണാടി കൂടി കാണുന്ന ഒരു ഇതാണ്. നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കാം കേട്ടോ. ഫോട്ടോ എടുക്കാനുള്ള ഒരു സ്പോട്ടൊക്കെ അവരിങ്ങനെ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഫോട്ടോയിൽ നോക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാനായിട്ട്. പിന്നെ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തലതിരിച്ച് കാണുന്ന ഒരു ഭാഗമാണ്. നമ്മളിങ്ങനെ പോസ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി പിക്ചർ കിട്ടും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ആ ടേബിളും ചെയറൊക്കെ ഇട്ടേക്കണത്. ആ ഫോട്ടോ എടുത്താലാണ് കേട്ടോ നമുക്ക് ആ കറക്റ്റ് രൂപം മനസ്സിലാവുള്ളൂ, വീഡിയോ കൂടി മനസ്സിലാവില്ല. ഇവിടെ നമ്മുടെ തല ഇങ്ങനെ വെക്കുമ്പോൾ ഒരുപാട് തലകളായിട്ട് ഇങ്ങനെ കാണും. നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ നല്ല രസമായിരിക്കും കേട്ടോ. അങ്ങനെ പിള്ളേരൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇത് കണ്ടില്ലേ, എസ് നോ, ഒരു സൈഡിൽ നോക്കുമ്പോൾ എസ്, ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നോ അല്ലേ. എങ്ങനെയല്ലേ, നല്ല രസമുണ്ട്. ഇതൊക്കെ എങ്ങനെയാണോ ചെയ്തു വെച്ചേക്കണത്. പിന്നെ ഇതും ഒരു ഫോട്ടോ സ്പോട്ടാണ്. എന്തായാലും ഫോട്ടോ കണ്ടു നോക്കുക, അപ്പോൾ രസമായിരിക്കും. നമ്മളങ്ങനെ മ്യൂസിയം ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് ലേറ്റായി, എല്ലാം ഒന്നും എനിക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റിയിട്ടില്ല. കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ പകർത്തി. ഇപ്പോൾ നമ്മളിതേ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഫുള്ള് തിരക്കാണ്ട്. ഈ ഒരു അനിമൽസിൻ്റെ മേളിൽ കയറി റൈഡ് ചെയ്യണ തിരക്കാണ്. കുട്ടികളും മുതിർന്നവരും പിന്നെ അതുപോലെ തന്നെ ഒരുമിച്ചും ഒക്കെ ചെയ്യണ ഒരു തിരക്കാണ് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ പിള്ളേർക്കും അതുപോലെ അതിൽ കയറണമെന്നും പറഞ്ഞ് ഭയങ്കര നിർബന്ധം. അങ്ങനെ ഇപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തേക്കാണ് പോണത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ നല്ല ക്യൂ ആണ്. ഇത് കണ്ടില്ലേ, എന്തോരം ആൾക്കാരാണെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തിൻ്റെ മേളിൽ കയറാനായിട്ട് ക്യൂ നിൽക്കണത്. പിന്നെ മാത്രമല്ല, പിള്ളേർക്കാണെങ്കിൽ ഇന്ന അനിമൽ വേണമെന്നുള്ള ഒരേ നിർബന്ധം. അപ്പോൾ 1/4 മണിക്കൂറിന് ഇത്ര റേറ്റ് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇത് ഇങ്ങനെ വന്നേക്കണത്. അങ്ങനെ പാത്തൂന് ഇഷ്ടത്തിന് യൂണിക്കോൺ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിൽ കയറി ഇങ്ങനെ റൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് വേറൊരു മാളിൽ ചെന്നപ്പോൾ ഇതിൻ്റെ മേളിൽ കയറിയിട്ടുണ്ട്. അന്ന് പക്ഷേങ്കിൽ കുട്ടികൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വലിയവർക്കൊന്നും കയറാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇത് പക്ഷേ അങ്ങനെയൊന്നുമല്ല കേട്ടോ. വലിയവർക്ക് ഇപ്പോൾ നമുക്കൊക്കെ വേണമെങ്കിലൊക്കെ അതിൻ്റെ മേളിൽ കയറി ഇങ്ങനെ റൈഡ് ചെയ്യാം. ആ ഒരു ഫ്ലോറിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എത്ര വേണേലും ഇങ്ങനെ ആ ഒരു 15 മിനിറ്റ്, ഇപ്പോൾ അതിൽ കൂടുതൽ വേണമെങ്കിൽ അടുത്ത ടിക്കറ്റ് എടുക്കേണ്ടി വരും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി വരുന്നത്. എന്തായാലും പിള്ളേർ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അവിടെ വരുന്ന എല്ലാവരും അതിൽ കയറുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനത്തേക്ക് ഓരോ ഈ റൈഡുകളൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നതല്ലേ. പല രൂപത്തിൽ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പല കാർട്ടൂണിൻ്റെ രൂപത്തിലൊക്കെ ഉണ്ട് ആ ഒരു അനിമൽ. ഞങ്ങൾ കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം എന്തേ ഞാനും കയറിയിട്ടുണ്ടായിരുന്നു. പിള്ളേർ മാത്രമല്ലല്ലോ, നമ്മളും ഈ റൈഡൊക്കെ ഒന്ന് ആസ്വദിക്കണ്ടേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മളിതേ മേളിലെ ഫ്ലോറിലേക്ക് കയറിയിട്ടുണ്ട്. മേളിലെ ഫ്ലോറിൽ വന്നപ്പോഴത്തേക്കും കണ്ടില്ല, ഇവിടുത്തെ ഇൻറ്റീരിയറൊക്കെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. എന്ത് രസമാണെന്ന് പറഞ്ഞാൽ ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ അതുപോലെ തന്നെ അവിടെ ആയിട്ടാണ് നമ്മുടെ മിസ്റ്റർ ബീസ്റ്റിൻ്റെ ബർഗറിൻ്റെ ഷോപ്പൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടു. ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഈ ഒരു ഫ്ലോറിലായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും കുറേ ഉണ്ട് കേട്ടോ ഇവിടെയും കാണാനായിട്ട്. ഗെയിംസുകളും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു ദിവസം കൊണ്ടൊന്നും ഇത് നടന്ന് കണ്ട് തീരെയൊന്നുമില്ല. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒരുപാട് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കണേണ് ഇവിടുത്തെ കാഴ്ചകൾ. ഫുള്ള് തിരക്കാണ്. പിന്നെ ഇപ്പോൾ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണല്ലോ. നമ്മളിപ്പോൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് അടുത്ത കാഴ്ച കാണാനെന്നൊന്ന് ഓർത്തു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ റൈഡിലൊന്നും കയറാതെ വേറെ എന്തെങ്കിലും കാണാമെന്നും പറഞ്ഞിങ്ങനെ നടക്കുമ്പോഴാണ് താഴെ ദേ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കണ്ടത്. ഒരു അടിപൊളി ഗാർഡനാണ്. അവിടെ എന്തൊരു തിരക്കാണെന്ന് പറഞ്ഞാൽ. അപ്പം ഇനിയിപ്പോൾ താഴേക്ക് പോകുമ്പോൾ അവിടെ പോകാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ നടക്കണേണ്. ഇതാണ് കേട്ടോ ഈ ഒരു ബബിൾ പ്ലാനറ്റ് എന്നും പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണിത്. പിള്ളേർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാനായിട്ട്. നല്ല രസമെന്ന് തോന്നണ്ട. നമ്മൾ കയറിയിട്ടൊന്നുമില്ല. ഇനി വരുമ്പോൾ എന്തായാലും കയറണമെന്നൊക്കെ പറഞ്ഞ് പോരാത്തതിന് ഇപ്പോൾ ഒരുപാട് ലേറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു റൈഡിലും ടിക്കറ്റ് എടുത്ത് കയറാനുള്ള ഒരു സമയവുമില്ല. അപ്പോൾ അതുകൊണ്ട് അല്ലാതെ എന്തെങ്കിലും കയറാൻ പറ്റുമെങ്കിൽ കയറാമെന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ നടക്കുന്നത്. പിന്നെ പോരാത്തതിന് കാഴ്ചകളും കാണാമല്ലോ. നമ്മൾ മാളിൽ വന്നിട്ട് ഓരോന്നിനും കയറിയാണ് ഇപ്പോൾ ഇതുവരെ സമയം പോയത്. പോകുന്ന വഴികളിലൊക്കെ നമുക്ക് ഓരോരോ ഫുഡ് കോർട്ടുകളൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. 100ഓളം സ്പോട്ടുകൾ ഉണ്ടെന്നാണ് കേട്ടോ പറയണേ. അങ്ങനെ ദേ ഇപ്പോൾ നമ്മൾ നടന്ന് ഇപ്പോൾ ദേ അവസാനം ബബിൾ ടീ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിലെത്തിയേക്കാണ്. കുറേ നാളായില്ലേ ബബിൾ ടീ കുടിച്ചിട്ട്. മുമ്പൊക്കെ നമ്മൾ എപ്പോൾ മാളിൽ പോയാലും ബബിൾ ടീ കുടിക്കുമായിരുന്നു. ഇപ്പോൾ പിന്നെ കുറച്ചായിട്ട് മാളിലൊക്കെ പോവല് ഭയങ്കര കുറവല്ലേ. അങ്ങനെ ദേ നമ്മൾ ബബിൾ ടീ നമ്മൾ 2 ഫ്ലേവറിലായിട്ടുള്ളത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ ബബിൾ ടീ. അങ്ങനെ നമ്മൾ അതൊക്കെ കുടിച്ചു. വീണ്ടും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളങ്ങനെ അതേ ആ ഗാർഡൻ കണ്ടത്. നേരത്തെ മോളിൽ നിന്ന് കണ്ടില്ലേ, ആ ഒരു ഗാർഡനാണ് കേട്ടോ.
അങ്ങനെ നമ്മളിത് കാണാമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലായത്. ഇത് ശരിക്കും ഒറിജിനൽ ഫ്ലവർ ഒന്നും അല്ല കേട്ടോ, ഇതിങ്ങനെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചേക്കണതാണ്. എന്നാൽ ശരി, എന്തെങ്കിലും ആവട്ടെ, ഫ്ലവറിങ് ആർട്ടിഫിഷ്യലായാലും ഫ്ലവർ പോലെയൊക്കെ ഇരിപ്പുണ്ടല്ലോ, അതൊന്ന് കാണാമെന്ന് വിചാരിച്ചപ്പോഴേ ഞാൻ അതിൻ്റെ അകത്തേക്ക് കിടക്കണേന്. ഇവിടെ എന്തൊരു തിരക്കാണെന്ന് പറഞ്ഞാൽ കൂടുതലും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ ഓരോരോ സ്പോട്ടുകളൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കൂടാരം പോലെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അവിടെ ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, റീൽസുകൾക്കൊക്കെ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഇത്. എന്ത് തിരക്കാണെന്ന് പറഞ്ഞാൽ നമുക്ക് മര്യാദക്ക് ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള തിരക്കുകളാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. പ്ലാസ്റ്റിക്കിൻ്റെ പൂവാണോ അതോ ഇനിയിപ്പോൾ ഇത് എന്ത് മോഡൽ പൂവാണെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒറിജിനലൊന്നുമല്ല, എങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ പൂക്കളൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ബട്ടർഫ്ലൈനെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കിത് ഒറിജിനലായിട്ടേ തോന്നുള്ളൂ. നമ്മൾ നേരത്തെ മേളിൽ നിന്ന് നോക്കിയപ്പോൾ എനിക്ക് ഒറിജിനലായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് ഒറിജിനലല്ലാന്ന്. പിന്നെ ഈ കാണുന്ന വെള്ളം കണ്ടില്ലേ, ഇതിൽ കുറേ ആളുകൾ ഇങ്ങനെ കോയിനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാണ് അതങ്ങനെ ചെയ്തേക്കണേന്ന് അറിയില്ല. കുറേ കോയിനൊക്കെ ഇങ്ങനെ ആകെ തുരുമ്പ് പിടിച്ചൊക്കെ കിടക്കണുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ആ താഴേക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ കുറേ പേര് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമൊക്കെ കണ്ട്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു തൂണ് കണ്ടില്ലേ, ഈ പച്ച, ഇത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഇത് ഒറിജിനൽ പോലെ തോന്നിയേട്ടാ. തൊട്ട് നോക്കി, കാരണം വെച്ചാൽ നമ്മൾ അടുത്ത് വന്ന് നോക്കിയാലും നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് ഒറിജിനൽ അല്ലാന്ന്. അങ്ങനെ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞു. അതിന് ശേഷം നമ്മളിങ്ങനെ വീണ്ടും നടപ്പ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാഴ്ചകളാണെന്ന് പറഞ്ഞാൽ ഈ ഒരു മാളിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് വരണം, എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാഴ്ചകളൊക്കെ കാണണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ നടപ്പ്. അങ്ങനെ അതേ ഇപ്പം നമ്മൾ ആ ഉച്ചക്ക് കഴിച്ച അതേ റെസ്റ്റോറൻറ്റിൽ വന്ന് ഡിന്നർ പാർസൽ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഈ ഒരു മാള് ഇങ്ങനെ അടക്കാനുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് 9:30 വരെ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ടൈം. സാധാരണ ന്യൂജേഴ്സിയിലൊക്കെ എല്ലാ മാളുകളും ഒരു 6 മണിയാകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യും. ഈ മാള് മാത്രമേ ഉള്ളൂ 9:30 വരെ ഓപ്പൺ ആയിട്ടിരിക്കണത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ നടന്നിങ്ങനെ കൊണ്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഇത് പുറത്തേക്കുള്ള എൻട്രൻസ് ഏതാതുപോലും അറിയാൻ പറ്റാത്ത രീതിയിലാണ്. മാപ്പൊക്കെ ഇനി നോക്കി കണ്ടുപിടിച്ച് നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നടക്കാനുണ്ടായിരുന്നു. പോകുന്ന വഴികളിലൊക്കെ ഓരോരോ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വെറുതെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അമേരിക്കൻ ഡ്രീംസിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും നമ്മൾക്ക് ഈ മാളിൽ വരാം, കാഴ്ചകളൊക്കെ കാണാമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളിപ്പോൾ പോണത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ മാളിൻ്റെ വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. പൊന്നെ വണ്ടി